ലോകം എന്തിനെയാണോ സ്നേഹം എന്ന് വിളിക്കുന്നത്, യഥാർത്ഥത്തിൽ അതൊരു ചതുരംഗമാണ്. ഈ ചതുരംഗക്കളത്തിൽ ഏറ്റവും കഠിനമായ കളി നടക്കുന്നത് ഒരു സ്ത്രീയും പുരുഷനും തമ്മിലാണ്. നിങ്ങൾ ആരെയാണോ നിങ്ങളുടെ ജീവിതപങ്കാളിയായി കരുതുന്നത്, ആരുടെ തോളിൽ തലവെച്ചാണോ നിങ്ങൾ സ്വസ്ഥമായി ഉറങ്ങുന്നത്, ആ സ്നേഹത്തിന്റെ മറവിൽ എത്ര സൂക്ഷ്മമായ തന്ത്രങ്ങളാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് ശരിക്കുമറിയാമോ? ആചാര്യ ചാണക്യൻ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഒരു കൈപ്പേറിയ സത്യം പറഞ്ഞിട്ടുണ്ട്: ഓരോ ബന്ധത്തിനു പിന്നിലും എന്തെങ്കിലും ഒരു സ്വാർത്ഥത തീർച്ചയായും ഒളിഞ്ഞിരിപ്പുണ്ടാകും. നിങ്ങൾ ഉപകാരമുള്ളവളായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾ പൂജിക്കപ്പെടും. ഏതു ദിനമാണോ നിങ്ങൾ നിങ്ങളുടെ അതിരുകൾ ലംഘിച്ച് നിങ്ങളുടെ ആത്മാവിന്റെ താക്കോൽ മറ്റൊരാളുടെ കൈകളിൽ ഏൽപ്പിക്കുന്നത്, ആ നിമിഷം മുതൽ നിങ്ങളുടെ തകർച്ചയുടെ തുടക്കമാകുന്നു. ഒരു സ്ത്രീയുടെ ഹൃദയം സമുദ്രം പോലെ ആഴമുള്ളതാണ്. അതിൽ വികാരങ്ങളുടെ വേലിയേറ്റങ്ങൾ എപ്പോഴും ഉയർന്നുകൊണ്ടിരിക്കും. പക്ഷേ ഓർക്കുക, സമുദ്രം ഒരിക്കലും അതിന്റെ ആഴം ആരോടും വെളിപ്പെടുത്തില്ല. തന്റെ ഭർത്താവിന്റെ മുന്നിൽ പൂർണ്ണമായും വിവസ്ത്രയാകുന്ന സ്ത്രീ ശരീരത്താലല്ല, മറിച്ച് മനസ്സുകൊണ്ടും സ്വന്തം ബലഹീനതകൾ കൊണ്ടും അവൾക്ക് പതിയെ അവളുടെ അധികാരം നഷ്ടപ്പെടാൻ തുടങ്ങുന്നു. സ്നേഹം സമർപ്പണം ആവശ്യപ്പെടുന്നുണ്ട്, എന്നാൽ അന്ധമായ സമർപ്പണം നിങ്ങളെ ഒരു അടിമയാക്കി മാറ്റും. നിങ്ങളുടെ ഭർത്താവിനോട് പറഞ്ഞാൽ, നിങ്ങളുടെ സ്വന്തം കണ്ണുകളിലും അവരുടെ ജീവിതത്തിലും നിങ്ങൾക്കുള്ള വില നഷ്ടപ്പെടുത്തുന്ന ആ 6 കാര്യങ്ങളെക്കുറിച്ചാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. ഈ കാര്യങ്ങൾ കൈപ്പേറിയതായി തോന്നാം, എന്നാൽ ഇതാണ് കലിയുഗത്തിലെ കഠിനമായ സത്യം. ഒന്നാമത്തെ കാര്യം, ഒരിക്കലും പങ്കുവയ്ക്കാൻ പാടില്ലാത്തത് നിങ്ങളുടെ സ്വന്തം വീട്ടിലെ പോരായ്മകളും നിങ്ങളുടെ പിതാവിന്റെ വീട്ടിലെ ദാരിദ്ര്യമോ തർക്കങ്ങളോ ആണ്. കേൾക്കുക, ഒരു പുരുഷൻ നിങ്ങളെ സ്നേഹിക്കുമ്പോൾ അവന് നിങ്ങളുടെ കുടുംബത്തിന്റെ പോരായ്മകളുമായി യാതൊരു ബന്ധവുമുണ്ടായിരിക്കില്ല. പക്ഷേ സമയം എപ്പോഴും ഒരുപോലെയായിരിക്കില്ല. സമയത്തിന്റെ അച്ചുതണ്ട് തിരിയുമ്പോൾ, ബന്ധങ്ങളിൽ കൈപുണ്ടാകുമ്പോൾ, അതേ പുരുഷൻ നിങ്ങളുടെ സ്വന്തം വീടിന്റെ ബലഹീനതകളെ ഒരു അമ്പാക്കി നിങ്ങളുടെ നെഞ്ചിൽ തന്നെ തറയ്ക്കും. നിങ്ങളുടെ സഹോദരനുമായി നിങ്ങൾക്ക് സ്വരച്ചേർച്ചയില്ലെന്നോ നിങ്ങളുടെ പിതാവിന് പണത്തിന്റെ ബുദ്ധിമുട്ടുണ്ടെന്നോ ഒരിക്കലും അവനോട് പറയരുത്. നിങ്ങൾക്ക് പിന്നിൽ നിൽക്കാൻ ശക്തമായൊരു തൂണില്ലെന്ന് അവൻ മനസ്സിലാക്കുന്ന നിമിഷം നിങ്ങളോടുള്ള അവന്റെ പെരുമാറ്റത്തിൽ അറിയാതെയാണെങ്കിൽ പോലും ആധിപത്യം കടന്നുവരും. നിങ്ങളെ അപമാനിക്കാൻ കഴിയുന്ന ഒരു അധികാരം നിങ്ങളുടെ ബലഹീനത അവന് നൽകുന്നു. രണ്ടാമത്തെ വലിയ തെറ്റ്, നിങ്ങൾ മറന്നുപോയ നിങ്ങളുടെ ഭൂതകാലത്തിലെ ആ മുറിവുകളെ ചികഞ്ഞെടുക്കുന്നതാണ്. പലപ്പോഴും സ്ത്രീകൾ വികാരഭരിതരായി തങ്ങളുടെ പഴയ സങ്കടങ്ങളെക്കുറിച്ചും വഞ്ചനകളെക്കുറിച്ചും പഴയ തെറ്റുകളെക്കുറിച്ചുമെല്ലാം ഭർത്താവിനോട് തുറന്നു പറയാറുണ്ട്. ഇതുകൊണ്ട് സത്യസന്ധത വർദ്ധിക്കുമെന്നവർ കരുതുന്നു. എന്നാൽ സത്യമെന്തെന്നാൽ, ഒരു പുരുഷന്റെ അഹംഭാവം വളരെ സെൻസിറ്റീവാണ്. അവൻ നിങ്ങളുടെ സത്യസന്ധതയെ നിങ്ങളുടെ ബലഹീനതയായി മനസ്സിലാക്കുന്നു. നാളെ എന്തെങ്കിലും ചെറിയ തർക്കമുണ്ടായാൽ പോലും അവൻ നിങ്ങളുടെ ആ ഭൂതകാലത്തെ ഒരു പരിചയാക്കി തന്നെ ശരിയാണെന്ന് സ്ഥാപിക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ ഭൂതകാലം നിങ്ങളുടെ സ്വന്തം സ്വത്താണ്. അതിനെ നിങ്ങളുടെ വർത്തമാനകാലത്തിന്റെ ബലിപീഠത്തിൽ അർപ്പിക്കരുത്. മൂടിയ മുറിവ് വേഗം കരിയുമെന്നും അതിനെ വീണ്ടും വീണ്ടും കാണിക്കുന്നത് അതിൽ പുഴുക്കളുണ്ടാകാൻ മാത്രമേ കാരണമാകൂ എന്നും ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ കാര്യം, നിങ്ങളുടെ സമ്പാദ്യത്തെക്കുറിച്ചും നിങ്ങളുടെ രഹസ്യ നിക്ഷേപത്തെക്കുറിച്ചുമുള്ള വിവരങ്ങളാണ്. ആപത്തുകാലത്ത് പണം മാത്രമേ ഉപകരിക്കൂ എന്ന് ആചാര്യ ചാണക്യൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഒരു സ്ത്രീ എപ്പോഴും മറ്റാർക്കും, സ്വന്തം ഭർത്താവിന് പോലും അറിയാത്ത കുറച്ചു പണം കരുതിവെക്കേണ്ടതുണ്ട്. ഇതൊരു ചതിയല്ല, ഇതൊരു സുരക്ഷയാണ്. നിങ്ങളുടെ ഓരോ പൈസയുടെയും കണക്ക് നിങ്ങൾ അവർക്ക് നൽകുകയാണെങ്കിൽ നിങ്ങൾ സാമ്പത്തികമായി അവരെ പൂർണ്ണമായും ആശ്രയിക്കുന്നവരായി മാറും. ഓർക്കുക, ആശ്രയത്വം ബഹുമാനത്തെ ഇല്ലാതാക്കും. നിങ്ങൾക്ക് സ്വന്തമായൊരു രഹസ്യ സമ്പാദ്യമുള്ളപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ അദൃശ്യമായ ഒരു ആത്മവിശ്വാസമുണ്ടാകും. ആ പണം നിങ്ങളുടെ പരിചയാണ്. പരിച ഒരിക്കലും ശത്രുവിനെയോ മിത്രത്തെയോ കാണിച്ചു വയ്ക്കാനുള്ളതല്ല. നാലാമത്തെ ബലഹീനത, മറ്റൊരു പുരുഷനോടുള്ള നിങ്ങളുടെ പ്രശംസയോ ആകർഷണമോ ആണ്. ഇത് വളരെ സൂക്ഷ്മമായൊരു കാര്യമാണ്. ചിലപ്പോൾ സ്ത്രീകൾ തമാശയായോ വളരെ സ്വാഭാവികമായോ മറ്റൊരു പുരുഷന്റെ കഴിവുകളെക്കുറിച്ച് ഭർത്താവിന്റെ മുന്നിൽ സംസാരിച്ചേക്കാം. ഇതൊരു വെറും സംസാരം മാത്രമാണെന്ന് അവർക്ക് തോന്നാം, പക്ഷെ പുരുഷന്റെ ഉള്ളിൽ അരക്ഷിതാവസ്ഥ നിറഞ്ഞ ഒരു ആദിമവേട്ടക്കാരൻ ഇരിപ്പുണ്ട്. നിങ്ങളുടെ ചെറിയ ഒരു പ്രശംസ പോലും നിങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ച് അവന്റെ മനസ്സിൽ സംശയത്തിന്റെ വിത്ത് പാകിയേക്കാം. ആ വിത്ത് എപ്പോഴാണ് ഒരു വടവൃക്ഷമായി മാറി നിങ്ങളുടെ ബന്ധത്തിന്റെ സമാധാനം വിഴുങ്ങുകയെന്ന് നിങ്ങൾക്ക് അറിയാൻ പോലും കഴിയില്ല. സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുക എന്നതാണ് ഒരു ഉത്തമ സ്ത്രീയുടെ ലക്ഷണം. അഞ്ചാമത്തെ കാര്യം, നിങ്ങളുടെ അസ്തിത്വത്തെ ദുർബലമാക്കുന്ന തരത്തിലുള്ള ഏതെങ്കിലും ശാരീരികമോ മാനസികമോ ആയ രോഗങ്ങളെക്കുറിച്ച് വർണ്ണിക്കാതിരിക്കുക. ഇതിനർത്ഥം നിങ്ങൾ ചികിത്സ തേടേണ്ട എന്നല്ല. എന്നാൽ നിങ്ങളുടെ അസുഖത്തെക്കുറിച്ച് എപ്പോഴും കരയുന്നതും നിസ്സഹായയായി സ്വയം കാണിക്കുന്നതും ഭർത്താവിന്റെ കണ്ണിൽ നിങ്ങളുടെ പ്രതിച്ഛായയെ ഒരു ഭാരമാക്കി മാറ്റും. പ്രകൃത്യാ തന്നെ പുരുഷന്മാർ സംരക്ഷകരാകാൻ ആഗ്രഹിക്കുന്നവരാണ്. എന്നാൽ ദീർഘകാലം നിസ്സഹായയായ എപ്പോഴും കരയുന്ന ഒരു സ്ത്രീയോടൊപ്പം കഴിയുന്നത് അവരിലെ ആകർഷണമില്ലാതാക്കും.
നിങ്ങളുടെ വേദനകളെ അന്തസ്സോടെ സഹിക്കാൻ പഠിക്കുക. നിങ്ങളുടെ കരുത്ത് നിങ്ങളെ ബഹുമാനിക്കാൻ അവരെ നിർബന്ധിതരാക്കും. ആറാമത്തെയും അവസാനത്തെയും കാര്യം നിങ്ങളുടെ മനസ്സിലെ ഭയങ്ങളാണ്. നിങ്ങൾക്കെന്തിനെക്കുറിച്ചാണ് ഭയമുള്ളത്? നിങ്ങളുടെ ഏറ്റവും വലിയ പരിഭ്രാന്തി എന്താണ്? ഇതൊരിക്കലും പുറത്തു കാണിക്കരുത്. നിങ്ങളുടെ ഭയം മറ്റൊരാൾക്ക് മനസ്സിലാകുമ്പോൾ അവർ നിങ്ങളെ നിയന്ത്രിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ഭർത്താവിനെ നഷ്ടപ്പെടുമെന്ന് നിങ്ങൾക്ക് ഭയമുണ്ടെന്ന് അവനറിയാമെങ്കിൽ ആ ഭയം ഉപയോഗിച്ച് അവൻ നിങ്ങളെ തന്റെ വിരൽത്തുമ്പിൽ നൃത്തം ചെയ്യിക്കും. നിങ്ങളുടെ സ്നേഹം ഒരിക്കലും നിങ്ങളുടെ നിസ്സഹായതയായി മാറാൻ അനുവദിക്കരുത്. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് ഒപ്പം നിൽക്കുന്നത്, അല്ലാതെ അവനില്ലാതെ ജീവിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടല്ല എന്ന് അവന് തോന്നണം. ഈ ലോകം ശക്തിയെയാണ് ആരാധിക്കുന്നത്. ശക്തി എപ്പോഴും രഹസ്യങ്ങളിൽ ഒളിഞ്ഞിരിക്കും. സ്വന്തം വികാരങ്ങളെയും സമ്പത്തിനെയും രഹസ്യങ്ങളെയും കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന സ്ത്രീയാണ് യഥാർത്ഥത്തിൽ ഒരു വീടിന്റെ നാഥ. വിഷത്തിന്റെ പാനപാത്രം കുടിക്കേണ്ടി വന്നാൽ പോലും കാണുന്നവർക്ക് അമൃത് കുടിക്കുകയാണെന്ന് തോന്നിപ്പിക്കും വിധം കുടിക്കണമെന്നാണ് ചാണക്യനീതി പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ ഒരു അന്തസ്സ് ഉള്ളിടത്തോളം കാലം മാത്രമേ ബന്ധങ്ങൾക്ക് പരിധികളുള്ളൂ. ഇനി നിങ്ങൾ മനസ്സിലാക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് സന്തോഷത്തോടെ ഇരിക്കാൻ കഴിയാത്ത ആ മനഃശാസ്ത്രത്തെക്കുറിച്ച് സംസാരിക്കാം. പുരുഷന്റെ സ്വഭാവവും സ്ത്രീയുടെ സമർപ്പണവും കൂട്ടിയിടിക്കുമ്പോൾ ഒരു പുതിയ യുദ്ധം ജനിക്കുന്നു. എല്ലാം തുറന്നു പറഞ്ഞാൽ ബന്ധം സുതാര്യമാകുമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നിങ്ങൾ നിങ്ങളെത്തന്നെ നിരായുധയാക്കുകയാണ് ചെയ്യുന്നത്. പാമ്പ് വിഷമില്ലാത്തതാണെങ്കിലും അത് ചീറ്റുന്നത് നിർത്തരുതെന്ന് ചാണക്യൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഇതുവരെ രഹസ്യമായി സൂക്ഷിച്ച ആ കാര്യങ്ങളാണ് നിങ്ങളുടെ ചീറ്റൽ. ചിന്തിച്ചു നോക്കൂ, നിങ്ങളുടെ ഓരോ ചെറിയതും വലിയതുമായ ബലഹീനതകൾ ഭർത്താവിന്റെ മുന്നിൽ വയ്ക്കുമ്പോൾ നിങ്ങളുടെ സന്തോഷങ്ങളെയും ദുഃഖങ്ങളെയും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരു റിമോട്ട് കൺട്രോൾ നിങ്ങൾ അവന് കൈമാറുകയാണ്. അവന് ദേഷ്യം വരുന്ന ദിവസം അവൻ നിങ്ങളുടെ ആ രഹസ്യങ്ങളെ തന്നെ ആയുധമാക്കി നിങ്ങൾക്കെതിരെ പ്രയോഗിക്കും. ആ സമയത്തുണ്ടാകുന്ന മുറിവ് ശരീരത്തിലല്ല, മറിച്ച് നിങ്ങളുടെ ആത്മാവിലായിരിക്കും ഏൽക്കുക. ജീവിക്കാൻ ശ്വാസമെടുക്കുന്നത് എത്രത്തോളം അത്യാവശ്യമാണോ അത്രത്തോളം തന്നെ ബന്ധങ്ങളിൽ സ്പേസും രഹസ്യങ്ങളും ആവശ്യമാണ്. മുഴുവനായും വായിച്ചു തീർത്തൊരു പുസ്തകം പലപ്പോഴും ആളുകൾ അലമാരയുടെ ഏതെങ്കിലും ഇരുണ്ട കോണിലേക്ക് വലിച്ചെറിയാറുണ്ട്. എന്നാൽ ചില പേജുകൾ കൂടി തുറക്കാൻ ബാക്കിയുള്ള പുസ്തകം വീണ്ടും വീണ്ടും കയ്യിലെടുക്കപ്പെടും. നിങ്ങളുടെ വ്യക്തിത്വത്തെ ആ വായിച്ചു തീരാത്ത പുസ്തകം പോലെയാക്കുക. നിങ്ങളുടെ രഹസ്യമാണ് നിങ്ങളുടെ ശക്തി. ഇവിടെ മറ്റൊരു കൈപേറിയ സത്യം കൂടി കേൾക്കുക. പല സ്ത്രീകളും സ്വന്തം വീട്ടുകാരെ കുറ്റപ്പെടുത്തുന്നത് ഭർത്താവിനോട് ഇപ്പോൾ നീ മാത്രമാണ് എന്റെ എല്ലാം എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ്. എന്നാൽ ഇത് നിങ്ങളുടെ ഏറ്റവും വലിയ തന്ത്രപരമായ അബദ്ധമാണ്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം രക്തബന്ധത്തിന്റെ വേരുകൾ അറുത്തുമാറ്റുമ്പോൾ പുരുഷന്റെ മുന്നിൽ നിങ്ങളുടെ വിലയാണ് ഇടിയുന്നത്. സ്വന്തം മാതാപിതാക്കളോട് കൂറ് കാണിക്കാൻ കഴിയാത്ത ഒരുവൾക്ക് എന്നോട് എന്തു കൂറാണുണ്ടാകുക എന്നവൻ ചിന്തിക്കാൻ തുടങ്ങും. അവൻ നിങ്ങളുടെ വാക്കുകൾ കേട്ട് ആസ്വദിച്ചേക്കാം, എന്നാൽ നിങ്ങളുടെ സ്വഭാവത്തിൽ അവന് ഒരിക്കലും വിശ്വാസമുണ്ടാകില്ല. ദുർബലരെ അടിച്ചമർത്തുകയും ശക്തരോട് കൈകോർക്കുകയും ചെയ്യുക എന്നതാണ് കലിയുഗത്തിന്റെ നിയമം. നിങ്ങളുടെ ഭർത്താവ് ജീവിതാവസാനം വരെ നിങ്ങളോട് ഉപദേശങ്ങൾ ചോദിക്കണമെന്നും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില നൽകണമെന്നും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവനില്ലാതെ നിങ്ങൾ മാനസികമായി തകർന്നുപോകുമെന്ന് ഒരിക്കലും അവനെ തോന്നിപ്പിക്കരുത്. നിങ്ങളുടെ മാനസികമായ ദൃഢതയെ ഒരു പരിചയാക്കി മാറ്റുക. പ്രതിസന്ധി ഘട്ടങ്ങളിലും നിങ്ങൾ പതറാതെ കണ്ണുനീർ ഒളിപ്പിച്ച് ശാന്തയായി നിൽക്കുന്നത് അവൻ കാണുമ്പോൾ അവന് നിങ്ങളുടെ നേരെ തോന്നുന്ന ആദരവ് മറ്റേതൊരു അലങ്കാരത്തെക്കാളും ശാശ്വതമായിരിക്കും. ചാണക്യനീതി അനുസരിച്ച് വിജയകരമായ ഒരു കുടുംബജീവിതത്തിന്റെ അടിസ്ഥാനം സ്നേഹമല്ല, മറിച്ച് ബഹുമാനമാണ്. സ്നേഹം കാലക്രമേണ കുറഞ്ഞേക്കാം, എന്നാൽ ബഹുമാനം നിലനിൽക്കുകയാണെങ്കിൽ ആ ബന്ധം ഒരിക്കലും തകരില്ല. നിങ്ങളുടെ അതിരുകൾ വ്യക്തമായിരിക്കുന്നിടത്തോളം കാലം ബഹുമാനവും നിലനിൽക്കും. നിങ്ങളുടെ ബലഹീനതകളെ താക്കോൽ നിങ്ങളുടെ കയ്യിൽ മാത്രമുള്ളൊരു ഗുഹയ്ക്കുള്ളിൽ ഭദ്രമായി അടച്ചുവെക്കുക. ഭർത്താവിനെ നിങ്ങളുടെ പങ്കാളിയാക്കുക, നിങ്ങളുടെ ദൈവമാക്കുക, എന്നാൽ ഒരിക്കലും നിങ്ങളുടെ യജമാനനാക്കാൻ അനുവദിക്കരുത്. ഭാര്യാഭർത്താക്കന്മാർ ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളാണെന്നും അവർക്കിടയിൽ യാതൊരു മറയും പാടില്ലെന്നും സമൂഹം നിങ്ങളെ പഠിപ്പിക്കും. എന്നാൽ ഈ കാര്യങ്ങൾ കേൾക്കാൻ മാത്രമേ നല്ലതുള്ളൂ. യാഥാർത്ഥ്യത്തിൽ അങ്ങനെയല്ല. ഓരോ മനുഷ്യന്റെ ഉള്ളിലും മറ്റാരോടും പങ്കുവയ്ക്കാൻ കഴിയാത്ത ഒരു ഏകാന്തതയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. ആ ഏകാന്തതയെ സംരക്ഷിക്കുക. നിങ്ങളുടെ അന്തസ്സ് നിങ്ങളുടെ നിശബ്ദതയിലാണ്, നിങ്ങളുടെ ബഹളങ്ങളിലല്ല. ഓർക്കുക, നിങ്ങളുടെ അരക്ഷിതാവസ്ഥ നിങ്ങളുടെ ഭർത്താവിന്റെ മുന്നിൽ തുറന്നു സമ്മതിക്കുന്ന ആ നിമിഷം മുതൽ നിങ്ങളുടെ ബ്ലാക്ക്മെയിലിംഗ് ആരംഭിക്കും. അത് വൈകാരികമായോ മാനസികമായോ ആകാം. ഏത് ഞരമ്പിൽ അമർത്തിയാലാണോ നിങ്ങൾ വേദന കൊണ്ട് പൊളയുന്നത് എന്ന് അവൻ മനസ്സിലാക്കും. ബുദ്ധിമതിയായ ഒരു സ്ത്രീ ഒരിക്കലും തന്റെ വേദനിക്കുന്ന ഞരമ്പ് മറ്റൊരാളുടെ കൈകളിൽ ഏൽപ്പിക്കില്ല, അതിനി അവളുടെ സ്വന്തം ഭർത്താവാണെങ്കിൽ പോലും. അവസാനം ആചാര്യ ചാണക്യന്റെ ഒരു തത്വം എപ്പോഴും ഓർക്കുക:
സ്വന്തം വികാരങ്ങളെ നിയന്ത്രിക്കാൻ അറിയാവുന്നവനാണ് യഥാർത്ഥ ശക്തൻ. ഭർത്താവിനൊപ്പം തോൾ ചേർന്ന് നടക്കുക. അദ്ദേഹത്തെ പിന്തുണയ്ക്കുക. അദ്ദേഹത്തിന്റെ ഇരുട്ടിൽ വെളിച്ചമാകുക, പക്ഷെ നിങ്ങളുടെ തീപ്പന്തം അദ്ദേഹത്തിന്റെ കൈകളിൽ ഏൽപ്പിക്കരുത്. നിങ്ങളുടെ ബലഹീനതകൾ മറച്ചുവെക്കുന്നത് ഒരു പാപമല്ല. അത് നിങ്ങളുടെ ദാമ്പത്യജീവിതത്തിന്റെ മേൽക്കൂര തകരാതെ സംരക്ഷിക്കുന്ന ഒരു കലയാണ്. സ്വന്തം അതിരുകളും രഹസ്യങ്ങളും സംരക്ഷിക്കാൻ അറിയാവുന്ന സ്ത്രീ, അവൾക്ക് മാത്രമേ ഈ കലിയുഗത്തിൽ അഭിമാനത്തോടെ ജീവിക്കാൻ കഴിയൂ. നിങ്ങളുടെ കണ്ണുകളിൽ ആ തിളക്കം നിലനിർത്തുക. അത് നിങ്ങൾ എളുപ്പത്തിൽ പിടികിട്ടുന്ന ഒരു കടങ്കഥയല്ല, മറിച്ച് വളരെ ആഴമുള്ള ഒരു സമുദ്രമാണെന്ന തിരിച്ചറിവ് അവർക്ക് നൽകിക്കൊണ്ടേയിരിക്കും. ആ സമുദ്രത്തിന്റെ ആഴമളക്കാൻ ഇന്നുവരെ ആർക്കും ധൈര്യം വന്നിട്ടില്ല. ജാഗ്രത പാലിക്കുക, ബോധവതികളായിരിക്കുക, നിങ്ങളുടെ ശക്തിയെ കാത്തുസൂക്ഷിക്കുക. ഇതാണ് ചാണക്യനീതി. ഇതാണ് ജീവിതത്തിന്റെ സാരാംശം. ഈ ആഴമേറിയ സത്യം നിങ്ങളെ ചിന്തിപ്പിച്ചുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തെ ആചാര്യ ചാണക്യന്റെ തന്ത്രങ്ങളിലൂടെ മാറ്റാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, കമന്റിൽ തീർച്ചയായും ശക്തി എന്നെഴുതുക. ഇത്തരം കൂടുതൽ രഹസ്യതന്ത്രങ്ങൾ അറിയാൻ ഞങ്ങളോടൊപ്പം തുടരുക. ഓർക്കുക, നിങ്ങളുടെ നിശബ്ദത തന്നെയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിജയം.